നമ്മളിപ്പോൾ 10 in 1 ഒരു ഹൈഡ്രാ ഫേഷ്യലാണ് ചെയ്യുന്നത്. അൺഈവൻ സ്കിൻ ടോൺ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഫോർഹെഡിൽ നല്ല റിങ്കിൾസ് ഉണ്ട്. അപ്പം ഈ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് നെക്ക് ഏരിയയിൽ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ള ഒരു ഫീലിങ്സ് എനിക്ക് തോന്നി ഞാൻ സ്കിൻ കൺസൾട്ട് ചെയ്തപ്പോൾ. അപ്പോൾ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു കസ്റ്റമറുമായിട്ട് പരസ്പരം സംസാരിച്ചു. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു വർക്ക്, നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്തൊരു വർക്കാണിത്. വർക്ക് കഴിഞ്ഞിട്ട് വേണ്ട ഹോം കെയറും പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 1 ഇയർ മേളിൽ വന്ന് ഇതേപോലെ ഒരു ഇതിലും കൂടുതൽ സിറ്റുവേഷൻ ആയിരുന്നു സ്കിന്നിൽ. അപ്പോൾ കൺസൾട്ട് ചെയ്തിട്ട് നമ്മളത് ചെയ്തിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കസ്റ്റമർ പറഞ്ഞു. രണ്ടാമത് തന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമ്മളത് അത് നോക്കിയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ 10 in 1 തന്നെ കൊടുത്തത്. അതായത് ഡീപ്പായിട്ടുള്ള എക്സ്ഫോളിയേഷൻ തന്നെ വേണമായിരുന്നു. സീറം നമുക്ക് സ്കിന്നിന് അകത്തോടേക്ക് നമുക്ക് ഡ്രൈനെസ്, അതായത് ഫോർഹെഡ്, ചീക്ക് ഏരിയ അവിടെ മാത്രമാണ് നല്ല ഡ്രൈനെസ് ഉള്ളൂ. ഫോർഹെഡ് ഭയങ്കര ഡ്രൈനെസ്. അത് കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഡീപ്പായിട്ടുള്ള ഡീഹൈഡ്രേഷൻ സ്കിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ വെടിയിൽ ആണ്. അവർ നല്ല രീതിയിൽ UV റേസ് അടിച്ചുകൊണ്ട് വെയിൽ കൊള്ളുന്നുണ്ട്, വെള്ളം നന്നായിട്ട് കുടിക്കുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്തായാലും സ്കിന്നിന് അൺഈവൻ സ്കിൻ ടോൺ എന്നുള്ളത് സ്കിന്നൊരു ഈവൻ ടോൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ആൾക്ക്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ബെറ്റർ ആയ സ്ഥിതിക്ക് ഒന്നുകൂടി നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.